സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദീപാവലി സ്പെഷ്യലായിട്ട് ഒരു സ്വീറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സ്വീറ്റ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. ഈ ബർഫി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നട്ട്സും അതുപോലെ പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും ഇല്ലെങ്കിൽ കൂടി നിങ്ങളത് തയ്യാറാക്കാതിരിക്കരുത്, കാരണം വളരെ ടേസ്റ്റിയാണ്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ദീപാവലി സ്വീറ്റ് ആയിട്ടുള്ള ബർഫി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. അതിനുശേഷം അല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യാനുള്ള മോൾഡൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് പ്ലേറ്റ് എടുത്താലും മതി. താഴെ ഇതുപോലെ ഒരു ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിമോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ബർഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സെറാമിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പാനിലേക്ക് 1/2 കപ്പ് ഗോതമ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് കടലമാവാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഓപ്ഷനിലാണ്. മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ബർഫിക്ക് കിട്ടുന്നതാണ്. പിന്നെ ചേർക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇതും ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചേർത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ടില്ല. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ദീപാവലി ആകുമ്പോൾ നമ്മൾ എന്തായാലും ഒരു സ്വീറ്റ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അത് വീട്ടിലുള്ള സാധനം വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബർഫിയുടെ റെസിപ്പിയാണത്. കടലമാവിലോ അതല്ലെങ്കിൽ പാൽപ്പൊടിയിലൊക്കെ കട്ട പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നന്നായി ഇങ്ങനെ മിക്സ് ആകുമ്പോൾ തന്നെ പൊടിഞ്ഞ് ചേരുന്നതാണ്. നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ്, അതായത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഇപ്പോൾ മിൽമയുടെ നെയ്യാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ നെയ്യും അതുപോലെ തന്നെ എണ്ണയും ഗോതമ്പ് പൊടിയും കടലമാവും ആയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഇതിനെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ നെയ്യും അതുപോലെ എണ്ണയൊക്കെ കടലമാവും ഗോതമ്പ് പൊടിയൊക്കെ ആയിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എല്ലാമായിട്ട് മിക്സായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇനി നമ്മൾ സ്റ്റൗവിലേക്ക് വയ്ക്കുന്നത്. അതുവരെ നമ്മൾ തീ കത്തിക്കാതെയാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടാണ്. 2 ടേബിൾ സ്പൂൺ. പിന്നെ ചേർക്കുന്നത് ബദാമാണ്. ഇതും ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ബർഫി കഴിക്കുന്ന സമയത്ത് ഒരു ക്രഞ്ചി ഫീലൊക്കെ കിട്ടാനാണ് ഈ ഒരു നട്ട്സ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ നട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി പൊടിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമുക്ക് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ നട്ട്സ് എല്ലാം ഈ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമ്മളിതിനെ ചൂടാക്കി എടുക്കുന്നത്. ഗോതമ്പ് പൊടി അതുപോലെ തന്നെ കടലമാവൊക്കെ നന്നായി മൂത്തൊരു മണം വരുന്നവരെയാണ് നമുക്കത് ചൂടാക്കി എടുക്കേണ്ടത്. ചൂടാക്കാൻ തുടങ്ങുന്ന സമയത്ത് നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് കാണാം, ഒന്ന് ലൂസായി വരുന്നത് കാണാം. നന്നായി മൂത്ത് വരുന്നവരെയാണ് നമുക്കത് ഇളക്കിയെടുക്കേണ്ടത്. പൊടിയൊക്കെ നന്നായി വെന്ത് കിട്ടണം. ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ കടലമാവൊക്കെ ചേർത്ത ശേഷം നല്ലൊരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പകുതി നട്ട്സാണ് പൊടിച്ച് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബാക്കിയുള്ള നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ചേർക്കാം. ഇനി നമുക്ക് ഈ നട്ട്സും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നട്ട്സ് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ബർഫിക്ക്. അങ്ങനെ നട്ട്സും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് പൊടിച്ചെടുക്കാം. നട്ട്സ് പൊടിച്ച അതേ മിക്സിയുടെ ജാറിലേക്കാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഏലക്കാക്കുരും കൂടി ചേർക്കാം. ഒരു 3-4 ഏലക്കയുടെ കുരുവാണ് ഇതിലേക്ക് ചേർക്കുന്നത്.
പിന്നെ ഏത് സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്താലാണ് മധുരം ബാലൻസ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പഞ്ചസാരയൊക്കെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാര ഈ ഗോതമ്പ് പൊടിയിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഒരു ഇളം ചൂടേ ഉള്ളൂ. ആ നല്ല ചൂടൊന്നും മാറിയ ശേഷമാണ് നമ്മൾ ഈ പഞ്ചസാരപ്പൊടി ചേർക്കുന്നത്. ഇളം ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ പഞ്ചസാരപ്പൊടിയും ഗോതമ്പ് പൊടിയായിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മധുരം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ചൂടിൽ തന്നെ ഈ പഞ്ചസാരയായിട്ട് നന്നായൊന്ന് മിക്സായി വരുന്നതാണ്. അങ്ങനെ പഞ്ചസാരയും ചേർത്തെടുത്ത ശേഷം ഞാനിത് ഇതുപോലെ ഒരു ഉരുളിലേക്ക് ഉരുട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് ചേർക്കേണ്ടത്. അതിനത് നെയ്യ് പുരട്ടിയ പാത്രത്തിലേക്ക് നമുക്കിത് ചേർക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായൊന്ന് അമർത്തി സെറ്റാക്കാൻ വേണ്ടി വയ്ക്കാം. ഇങ്ങനെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഒരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സെറ്റായി വരുന്നത് കാണാം. അതിൽ നിന്നൊക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് കാണാം. നന്നായൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മൾ നന്നായി ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വെളുത്ത എള്ളൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ബദാമും അതുപോലെ തന്നെ കാഷ്നട്ടും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബർഫി എല്ലാം നന്നായി ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കതിന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിനത് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ബർഫിയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്ത ശേഷം കട്ട് ചെയ്യാം. ബേക്കിംഗ് പേപ്പർ വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബർഫി തയ്യാറാക്കി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി ഞാൻ 1 അരമണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ പീസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നട്ട്സും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണിത്. അപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ ബർഫി തയ്യാറാക്കിയപ്പോൾ എനിക്ക് 20 പീസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ബർഫി എല്ലാവരും ഈ ദീപാവലിക്ക് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.